എല്ലാവർക്കും മല്ലുവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോക കാന്താര, ബൾട്ടി തുടങ്ങിയ ഒരുപാട് സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. ഇതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ അപ്ഡേറ്റ് മധുര ജീവാമൃത ബിന്ദുവിനെ കുറിച്ചാണ്. വെബ് സീരീസിനെ കുറിച്ചാണ് ബന്ധപ്പെട്ട് ബേസിൽ വിനിയഫോൾട്ട്, ലാൽ ഒരുപാട് പേരാണ് ഈ സീരീസ് അഭിനയിച്ചിട്ടുള്ളത്. മധുര ജീവാമൃത ബിന്ദു എന്ന സീരീസ് വരുന്നത് ഒക്ടോബർ മാസം 30-നാണ് സീരീസ് റിലീസാവുന്നത്. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റ് പാതിരാത്രി എന്ന സിനിമയെ കുറിച്ചാണ്. പാതിരാത്രി എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് സൗബിൻ, നവ്യ നായർ എന്നീ ആൾക്കാരാണ്. സിനിമ തിയേറ്ററിൽ ആവറേജ് അഭിപ്രായമാണ് കിട്ടിയിട്ടുള്ളത്. പാതിരാത്രി ഫ്ലോപ്പായി തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ സിനിമ OTT ഇപ്പോൾ മനോരമാക്സിൽ വാങ്ങിച്ചിരിക്കുകയാണ്. നവംബർ ലാസ്റ്റിനായിരിക്കും പാതിരാത്രി എന്ന മൂവി ഇറങ്ങുന്നത്. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റ് ബ്ലാക്ക് മെയിൽ എന്ന സിനിമയെ കുറിച്ചാണ്. ജിയോ പ്രകാശ് സിനിമയിലെ നായകൻ. തിയേറ്ററിൽ നിന്ന് ആവറേജ് അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ഇപ്പോൾ ഇതാ സണ്ണാസ്റ്റിൽ ഒക്ടോബർ മാസം 30-നാണ് ബ്ലാക്ക് മെയിൽ OTT റിലീസാകുന്നത്. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബിയെ സിനിമയെ ബന്ധപ്പെട്ടാണ്. ഒരുപാട് മാസങ്ങൾക്ക് മുന്നെയാണ് ഗെറ്റ് സെറ്റ് ബേബി റിലീസ് ആയത്. എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ടു. മാർക്കോ സിനിമയ്ക്ക് ശേഷം വന്നതാണ് ഗെറ്റ് സെറ്റ് ബേബി. ഉണ്ണിമുകുന്ദൻ, നിഖില വിമൽ ആണ് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. നല്ലൊരു കോമഡി ഫിലിം മൂവി ആയിരുന്നു ഗെറ്റ് സെറ്റ് ബേബി. ഇപ്പോൾ ഇതാ മാസങ്ങൾക്ക് ശേഷം മനോരമാക്സിൽ ഗെറ്റ് സെറ്റ് ബേബി റിലീസായി വരാൻ പോകുന്നു. ഒക്ടോബർ മാസം ലാസ്റ്റ് വീക്കായിരിക്കും സിനിമയുടെ OTT റിലീസ്. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് സിനിമയെ കുറിച്ചാണ്. ഒരുപാട് പേര് കാത്തിരുന്ന സിനിമയാണ് ഡൊമിനിക്. ഇതുവരെ സിനിമയുടെ ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നിട്ടില്ല. മമ്മൂട്ടി, ഗൂഗിൾ, സുരേഷ് ആണ് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. നല്ലൊരു ത്രില്ലർ സിനിമയാണ് ഡൊമിനിക്. ഇപ്പോൾ ഇതാ മനോരമാക്സും ആമസോൺ പ്രൈമും ആണ് OTT വാങ്ങിയിട്ടുള്ളത്. ഡൊമിനിക് നവംബർ ഫസ്റ്റ് വീക്കായിരിക്കും ഇറങ്ങാൻ പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബൾട്ടി എന്ന മൂവിനെ കുറിച്ചാണ്. നല്ലൊരു റിപ്പോർട്ടാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ഷൈനയത്തിൻ്റെ നല്ലൊരു ആക്ഷൻ മൂവിയാണ് ബൾട്ടി. സിനിമ ഇപ്പോഴും തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് ആമസോൺ പ്രൈം ബൾട്ടി സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ ഉടനെ തന്നെ ആമസോൺ പ്രൈം റിലീസാക്കും. നവംബർ മാസം ഫസ്റ്റ് വീക്കായിരിക്കും ബൾട്ടി സിനിമയുടെ OTT. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റ് കാന്താര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. 700 കോടി മുകളിൽ കളക്ഷൻ നേടിയ സിനിമയാണ് കാന്താര. ഋഷഭ ഷെട്ടിയാണ് സിനിമയെ നായകൻ. നല്ലൊരു അഭിപ്രായമായിരുന്നു സിനിമയ്ക്ക്. അപ്പോൾ സിനിമയുടെ ഒഫീഷ്യൽ OTT ഒക്ടോബർ 30-നായിരിക്കും കാന്താര OTTയിൽ ഇറങ്ങുന്നത്. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റ് ജിന്നി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടത്. സാബിൻ ഷാഹിർ നായകനായ സിനിമയാണ് ജിന്നി. ഈ സിനിമ ഇറങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. ഇതുവരെ OTT വന്നിട്ടില്ല. നല്ലൊരു ഹൊറർ കോമഡി മൂവി ആയിരുന്നു ജിന്നി. ഇപ്പോൾ ഇതാ മനോരമാക്സ് ആണ് ജിന്നി എന്ന സിനിമയുടെ OTT വാങ്ങിയിട്ടുള്ളത്. ജിന്നി എന്ന സിനിമ അടുത്ത മാസം OTTയിൽ വരുമെന്നാണ് റിപ്പോർട്ട്. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റ് ബൈസൺ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടാണ്. ഈ സിനിമ ദീപാവലിക്കാണ് ഇറങ്ങിയിട്ടുള്ളത്. നല്ലൊരു അഭിപ്രായമാണ് ബൈസൺ എന്ന സിനിമ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു തമിഴ് സിനിമയാണ്. ധ്രുവ് വിക്രമാണ് സിനിമയിലെ നായകൻ. ഇപ്പോൾ ഇതാ ബൈസൺ സിനിമയുടെ ഒഫീഷ്യൽ OTT നെറ്റ്ഫ്ലിക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. നവംബർ മാസം പൗതിയോട് കൂടി സിനിമ വരുന്നതാണ്. മലയാളം വേർഷൻ അന്ന് തന്നെ വരും. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റ് രാമചന്ദ്രൻ സിനിമയുമായി ബന്ധപ്പെട്ടാണ്. ഇതൊരു കോമഡി ആക്ഷൻ മൂവിയാണ്. നിവിൻ പോളിയാണ് രാമചന്ദ്രൻ ബോസ് സിനിമയുടെ നായകൻ. 2023-ലാണ് സിനിമ റിലീസ് ആയത്. ഇപ്പോൾ ഇതാ ഈ സിനിമയുടെ OTT പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മനോരമാക്സ് ആണ് ഈ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. രാമചന്ദ്രൻ ബോസ് സിനിമയുടെ അടുത്ത മാസം ആദ്യ വീക്കായിരിക്കും OTT റിലീസ് ചെയ്യുന്നത് റിപ്പോർട്ട്. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റ് ലോക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയാണ് ലോക. ഓണത്തിനാണ് തിയേറ്ററിൽ ഒരുപാട് കാലം നീണ്ടു നിന്നു. അത്രക്കും ഹിറ്റായിരുന്നു ലോക എന്ന മൂവി. ഇപ്പോൾ ഇതാ സിനിമയുടെ OTT റിലീസിന് ഒരുങ്ങുകയാണ്. നെസ്ലിൻ, കല്യാണി, ടോവിനോ തോമസ്, ദുൽഖർ തുടങ്ങിയ ഒരുപാട് പേര് അഭിനയിച്ച സിനിമയാണ് ലോക. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ലോക എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ലോക എന്ന സിനിമ തിയേറ്ററിൽ കണ്ടാൽ OTTയിൽ കാണാൻ ആരാധകർ നോക്കിയിരിക്കുകയാണ്. 30 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമ 300 കോടി കളക്ഷൻ നേടിയ ഒരു സിനിമയാണ്. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ലോക സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ഒക്ടോബർ മാസം 30-നായിരിക്കും ലോക സിനിമ ഒഫീഷ്യൽ OTT റിലീസ്. നിങ്ങൾ കാത്തിരിക്കുന്ന OTT ഏതൊക്കെയാണെന്ന് അഭിപ്രായം താഴെ കമൻറ്റിൽ ചെയ്യൂ. ഇതുപോലെ ഒരു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യൂ.